പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റമദാൻ 28 മുതൽ വളരെയേറെ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും വെറുപ്പിക്കുന്നതുമായ വാർത്തകളാണ് കേൾക്കാനാകുന്നത്. നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത വേദനിപ്പിക്കുന്ന അപകട മരണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നോമ്പും നോറ്റ് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാതെ ഖബറിലേക്ക് പോയവർ, അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാതെ സങ്കടത്തിലായെന്നു പോയ ഒരുപാട് കുടുംബങ്ങൾ. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. പെരുന്നാളിൻ്റെ തലേന്നാണ് ഇവരൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ആ ഒരു ധൃതിയിൽ ആക്സിഡൻ്റായി മരണപ്പെടുന്നു. എനിക്ക് ഇന്ന് നിങ്ങളോട് അറിയിക്കാനുള്ളത്, ഇതുപോലെ തന്നെ ആക്സിഡൻ്റായി മരണപ്പെട്ട 3 മരണങ്ങളാണ്. ഇവർ മരണപ്പെടുന്നത് പെരുന്നാൾ ആഘോഷിക്കാൻ പുറപ്പെട്ടപ്പോഴാണ്. വേറൊരു വാർത്ത, നമുക്കൊരു എത്തും പിടിയും കിട്ടാത്തൊരു വാർത്തയാണ്. നാദാപുരം വളയത്ത് വെച്ച് ആഷിതയെയും മക്കളെയും കാണുവാനില്ല. ഇതിപ്പോൾ കാണുവാനില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. അവരവരുടെ ഇഷ്ടത്തിന് പോയതായിരിക്കും. വസ്ത്രങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ആഷിത മക്കളെയും കൂട്ടി ഭർത്തു വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. പിന്നെ അവർ തിരിച്ചെത്താത്തതിൻ്റെ പേരിലാണ് അന്വേഷണം തുടർന്നത്. ആഷിതയുടെ ഭർത്താവ് പ്രവാസിയാണ്. അന്വേഷണം തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്തെന്നാലും അവർ പോയിരിക്കുന്നത് മക്കളെയും കൂട്ടിയാണ്. മക്കളെയും കൂട്ടി പോകണമെങ്കിൽ നമുക്ക് പല വിധത്തിൽ സംശയിക്കാവുന്നതാണ്. ചിലപ്പോൾ ഭർത്തു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആരോടെങ്കിലുമായി പ്രണയത്തിലായിരിക്കാം. എന്നാലും അവർ പോയിരിക്കുന്നത് 2 മക്കളെയും കൂട്ടിയാണ്. അതാണ് അവിടെ നമുക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്, ഇവർ മക്കളെയും കൊണ്ട് പോയിരിക്കുന്നത് സ്കൂട്ടറിലാണ്. ഇവരുടെ സ്കൂട്ടർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചാണ് ഇവർ പോയിരിക്കുന്നത്. ആയിഷയുടെ ഭർത്താവ് പ്രവാസിയും നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കൂടി ഇവരെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. മണാലിയിലെത്തിയിട്ടുണ്ട്, ഡൽഹിയിലെത്തിയിട്ടുണ്ട് എന്നൊക്കെ പല വിഷയങ്ങളുമുണ്ട്. എന്തെന്നാലും ഇവരെ കണ്ടെത്തിയതിന് ശേഷമേ എന്താ പോകാനുള്ള കാരണമെന്ന് നമുക്ക് നിങ്ങളോട് വ്യക്തമാക്കാൻ പറ്റുള്ളൂ. നമുക്ക് 2 വിധത്തിൽ ഇതുപോലെ സംശയിക്കാം. ഇവർ മക്കളെയും കൊണ്ട് വീട് വിട്ടിറങ്ങണമെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വല്ല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളുടെ കൂടെ പ്രണയത്തിൻ്റെ പേരിൽ പോയതാണെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റുള്ളൂ. വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ മരണം. ഇവർ പെരുന്നാൾ ആഘോഷിക്കാൻ പോയതായിരുന്നു. നാടിനെ തന്നെ ഞെട്ടിച്ചൊരു മരണമാണിത്. കുടുംബസമേതം പെരുന്നാൾ ആഘോഷിക്കാൻ പോയതായിരുന്നു. കർണാടക ചാമരാജനഗർ ഗുണ്ടപ്പേട്ടിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് ടെമ്പോ വാനുമായി ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് മലപ്പുറം സ്വദേശികളായ 2 സഹോദരങ്ങളാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു കുടുംബസമേതം പോയതായിരുന്നു. ഒരുപാട് ആളുകളുണ്ട്. 7 പേര് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇവർ 2 പേരാണ് മരണപ്പെട്ടത്. 50 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പടച്ചവന്റെ സഹായത്തോടെ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് പടച്ചറബ് പൂർണ്ണ ഷിഫ നൽകട്ടെ, ആമീൻ. മരണപ്പെട്ടിരിക്കുന്നത് ഈ 2 സഹോദരങ്ങളാണ്. മൊറയൂർ അരിമ്പ്രാത്തിക്കുന്ന് മന്നിയിൽ അബ്ദുൽ അസീസിന്റെ മക്കളായ മുഹമ്മദ് ഷഹസാദ് 24 വയസ്സ്, മുസ്കാനുൽ ഫിർദൌസ് 21 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു നാടിനെ തന്നെ നെട്ടിച്ച ഒരു മരണമാണ്. ഒരു കുടുംബത്തോടെ പെരുന്നാൾ ആഘോഷിക്കാൻ ടൂർ പോയതായിരുന്നു. അടുത്ത ഒരു മരണമുണ്ടായിരിക്കുന്നത് ഇതുപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയായിരുന്നു. അപകടമുണ്ടായിരിക്കുന്നത് അലൈനിൽ വെച്ചാണ്. കോഴിക്കോട് സ്വദേശിനി മരണപ്പെട്ടു. വെള്ളിമാട് കുന്ന് PK നസീറിന്റെ ഭാര്യ സജ്ന ബാനുവാണ് മരണപ്പെട്ടിരിക്കുന്നത്. 54 വയസ്സാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ സഞ്ചരിച്ച വാഹനം റിസോർട്ടിന് സമീപം ഓഫ് റോഡിൽ മറിയുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന മകൻ ജർവീസ് നാസ്, ഭർത്താവ് നസീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. മയ്യത്ത് അലൈൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇതുപോലെ ഒരുപാട് മരണങ്ങൾ പെരുന്നാളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് മരണപ്പെട്ടവർക്ക് ആകെ ഇനി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി മഹഫിറത്തിന് വേണ്ടി ചോദിക്കുക എന്നുള്ളതാണ്.
ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും. പെരുന്നാൾ ദിവസം പടച്ചറബിന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഖബർ സിയാറത്ത് ചെയ്യുക, പിന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുക, അവർക്കൊക്കെ ഒരു ഈദ് മുബാറക്ക് പറയുക. അതാണ് പടച്ചറബിന് ഏറ്റവും ഇഷ്ടം. പടച്ചറബ് ഈ മരണപ്പെട്ടവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബെ, പടച്ചറബെ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ. നോമ്പ് നോറ്റ് പെരുന്നാൾ ആഘോഷിക്കുന്നവരാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത്. പടച്ചറബെ, ആ ഒരു റമളാനിന്റെ എല്ലാ പവിത്രതയും ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. പടച്ചറബെ, ഇവർ ഈ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി അർഷിന്റെ തണൽ നീ നൽകി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, ബന്ധപ്പെട്ടവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. മരണപ്പെട്ടവരാണ്, ആരും മുഷിപ്പ് തോന്നരുത്. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.